സെക്സ്, അതുപോലെ തന്നെ വയലൻസ്, പിന്നെ ഈസി മണി ഏണിങ്, പെട്ടെന്ന് പണമുണ്ടാക്കുക. ഇതാണ് ഈയൊരു പുതിയൊരു നൂറ്റാണ്ടിൻ്റെ ഒരു നയമായിട്ട് വരുന്നത്. ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. പരമാവധി സെക്സ്, പരമാവധി വയലൻസ്, പിന്നെ പരമാവധി പണിയെടുക്കാതെ എളുപ്പ വഴിക്ക് പണം നേടുക. ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നാണ് വരുന്നത്. രസകരമായിട്ടുള്ളൊരു വാർത്ത കണ്ണൂർ കേന്ദ്രീകരിച്ച് വായിച്ചു. ഒരു പെൺകുട്ടി മയക്കുമരുന്ന് പിടിച്ചു. മയക്കുമരുന്ന് MDMA വിൽപ്പന ചെയ്യുമ്പോൾ പിടിച്ചു. ആ പെൺകുട്ടിയെ ശിക്ഷിക്കുകയല്ല ചെയ്തിരിക്കുന്നത്, കണ്ണൂർ ഭാഗത്ത് നിന്നെ കണ്ടുപോകരുതെന്ന് പറഞ്ഞാൽ കാപ്പ നിയമം ചുമത്തിയിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള വിചിത്ര ശിക്ഷകൾ നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും കറക്ഷൻ നടക്കില്ല. ചിലപ്പോൾ ഇത് യാദൃശ്ചികമായിട്ട് പെടുന്നവരും ഉണ്ടാകാം, ഒരു പ്രത്യേക പ്രചോദനം കൊണ്ടോ ഒക്കെ ചെയ്യുന്നവരുണ്ടാവാം. അതൊക്കെ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് അവരോട് പൊറുക്കാവുന്നതാണ്. അതുപോലും ഈ കാപ്പ നിയമം ചുമത്തിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് നാട് പിടിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ്. അത് വളരെ രസകരമായി പലരും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് കേരളത്തിന് പുറത്തേക്കല്ല വിടുന്നത്. ഇവരൊക്കെ കാപ്പ നിയമം ചുമത്തി വിടുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ആൻഡമാൻ നിക്കോബറിലേക്കൊക്കെ വിടണം. മനുഷ്യരില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇവർ നാട് കടത്തണം. അതല്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറേ മനുഷ്യാവകാശം പറഞ്ഞിട്ട് വരും. ക്രിമിനലുകളുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന, നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് യാതൊരു മനുഷ്യാവകാശം കൊടുക്കരുത് എന്ന് അതിലൂടെ പറയുന്ന ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകർ നമുക്കുണ്ട്. ആളുകളെ സഹായിക്കാനല്ല, ദ്രോഹിക്കാനാണ് ഇവരുടെ ഒരു വാഞ്ചിയുള്ളത്. ഇപ്പോൾ ഇവർ പറയുന്നൊരു ന്യായീകരണം, 100 ആടുകളിൽ ഒരാടിനെ നഷ്ടപ്പെട്ടാൽ 99 എവിടെയെങ്കിലും വിട്ടിട്ട് ഒരാടിനെ തെരഞ്ഞു പിടിക്കുന്ന ആ ഒരു മഹത്വം വേണമെന്നൊക്കെ പറയുന്നത്. പിന്നെ ചില ആളുകൾ പുതുമോളായിട്ടുള്ള കുറച്ച് എഴുത്തുകാരുണ്ട്, മോട്ടിവേറ്റേഴ്സ്. അവർ പറയുന്നത് കേട്ടാൽ നമുക്ക് തമാശ തോന്നും. അവർ ചെയ്തിട്ടുള്ള ഒരു നല്ല പ്രവൃത്തി കുട്ടികളുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ കുട്ടികളൊക്കെ മാനസാന്തരപ്പെടുന്നു. ഇവർക്കൊന്ന് ക്ഷമിക്കുക എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഈ പശ്ചാത്താപമൊന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിൽ ക്ഷമിക്കുമ്പോൾ തന്നെ കുറേയൊക്കെ മാറ്റം വരും. പക്ഷേ ക്രിമിനലുകളോട് ക്ഷമിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നമ്മുടെ നിയമം ക്രിമിനലുകളോട് ക്ഷമിക്കുകയാണ്.